ആണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. എന്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ്? അപ്പോൾ അതേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ മനസ്സിൽ വെച്ചിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഗ്രോസറി ബോയ് നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊണ്ട് ഇറക്കുക. ആ സാധനം കൊണ്ട് ഇറക്കുന്നതിൻ്റെ ഭയങ്കര സ്പീഡിൽ വന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഭയങ്കര റാഷായിട്ട് കൊണ്ടുവന്ന് നിർത്തി കുറേ സാധനങ്ങൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ടിട്ട് പോയി. അപ്പം തന്നെ അടുത്ത ലോഡ് വന്നു ഫാസ്റ്റായി നമ്മുടെ മുമ്പിൽ വീട്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നല്ലതല്ല അല്ലേ? അത് കുറേ അധികം ലോഡ് കൂടി വന്ന് കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കാം. ഭയങ്കര ഫാസ്റ്റായിട്ട് വരും. ഒരു സമയം തരണ്ടേ? നമ്മുടെ ഇത് യൂട്ടിലൈസ് ചെയ്യാനൊരു സമയം തരണ്ടേ? അപ്പോൾ ഇതിനെയാണ് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വരുന്ന വണ്ടിയുടെ സ്പീഡ് ഒരു വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് വളരെ ശ്രദ്ധിച്ച് ഓടിച്ച് കൊണ്ടുവന്ന് അത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഇറക്കിയിട്ട് പോയി. അത് നമ്മൾ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അടുത്തത് പതുക്കെ കൊണ്ടുവന്ന് തരുള്ളൂ. ഓക്കെ, ആ ഒരു വളരെ വളരെ മാന്യമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കി വരുന്നതിനായി നമുക്ക് ഒരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് നമുക്ക് പറയാം. അതല്ല ഒരു നോർമൽ സ്പീഡിൽ വലിയ തെറ്റില്ലാത്തൊരു സ്പീഡിൽ ബൈക്കിൽ അവർ സാധനങ്ങൾ വെഹിക്കിളിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി നമുക്ക് അതൊന്ന് മാനേജ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെയുള്ളതാകുമ്പോഴേ നമുക്കൊരു നോർമൽ എന്ന് വിളിക്കാം. ഈ ഫാസ്റ്റായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ഒരു നമ്പേഴ്സിനകത്ത് ഒരു 1 to 100 റേഞ്ചിൽ നമ്മൾ അതിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ബിലോ 55 എന്ന് പറയുന്നത് ഒരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അത് 56 മുതൽ ഒരു 69 വരെയുള്ള റേഞ്ച് ആണെങ്കിൽ അതൊരു നോർമൽ ഗ്ലൈസമിക് ഇൻഡെക്സിനകത്ത് വരുന്നതാണ്. അതല്ല 70യുടെ മുകളിലാണെങ്കിൽ അത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. ഇങ്ങനെ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഭക്ഷണങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്? നമ്മളിപ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ നമുക്ക് ആദ്യം പറയാം. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ ഫുഡാണോ നമ്മുടെ മനസ്സിൽ വരണേന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാതും. നമ്മളിപ്പോൾ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വൈറ്റ് ബ്രെഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള വൈറ്റ് റൈസ് കഴിക്കുന്നുണ്ട്, പാസ്ത, വൈറ്റ് നൂഡിൽസ്, ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, പേസ്ട്രീസ്, ഇങ്ങനെ വരുന്ന എല്ലാം ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയതാണ്. പിന്നെ നമ്മൾ ഈ പ്രോസസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ഫുഡ്സും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയതാണ്. പിന്നെ വരുന്നതോ ജ്യൂസുകൾ. ഇപ്പം നമ്മൾ എന്തോരം നമ്മൾ വാങ്ങിയ ഓരോരുത്തർ കുട്ടികളൊക്കെ കഴിക്കുന്നതാണ്, വലിയവർ കഴിക്കുന്നതാണ്. ജ്യൂസിനകത്ത് ഭയങ്കരമായിട്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട്. ഇനി ഫ്രൂട്ട്സിൽ തന്നെയാണെങ്കിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയതും കുറഞ്ഞതും ഉണ്ട്. പക്ഷെ ഒരു ഫ്രൂട്ട് ഒരു ജ്യൂസ് ഫോമിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെയും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുകയാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ്